വിഴിഞ്ഞത്താണ് മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്നത്. വിവിധ പ്രതികരണങ്ങൾ കേട്ട ശേഷം ഹരികൃഷ്ണ വിവരങ്ങൾ നൽകും. എല്ലാവരും സഹോദരിയുടെ മകൻ മരിച്ചതിൻ്റെ അന്ന് ഒരു 90 ദിവസം കഴിഞ്ഞു. ആ 90 ദിവസം രാത്രിയിൽ 10 മണിക്ക് പോയി രാവിലെ വരും. തൊട്ടടുത്ത ആ ഒരു മതിൽ ഇതാണ്. അങ്ങനെ ഇന്ന് രാവിലെ വന്നപ്പോഴാണ് സംഭവം ഇങ്ങനെ കാണുന്നു. ഫ്രണ്ട് ഗേറ്റ് പൂട്ടിയത് അതുപോലെ ഇരിക്കുന്നു. ഫ്രണ്ട് ഡോറ് കുത്തിപ്പൊളിച്ച് അകത്തോട്ട് കയറിയപ്പോൾ റൂമുകളെല്ലാം കംപ്ലീറ്റ് പൊളിച്ച് എല്ലാം കയ്യിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെ പോയി? ഇപ്പൊ ആൾറെഡി എന്റെ വൈഫിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരു 16 പവനും എന്റെ വൈഫിന്റെ കയ്യിലുണ്ടായത് 1 ലക്ഷം രൂപയോളം ഉണ്ട്. അത്രയും പോയി. ഇനി മകൻ മൂളത്തി ആഭരണം ഉണ്ട്, പക്ഷെ അത് മകൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും അലമാര ഞാൻ കയറി നോക്കും, കുറെയൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നു. പക്ഷെ 3-4 ഇറകൾ പൊളിച്ചിട്ടില്ല താഴത്തുള്ള. ഇവിടെ ഇല്ലാത്തത് അറിയാവുന്ന ആരെങ്കിലും അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇത്രയും കറക്റ്റായിട്ട് ഞങ്ങൾ ഇത്രയും ദിവസം കൊണ്ട് ഇവിടെ എന്നും 10 മണിക്ക് പോകും, രാവിലെ വരും. അപ്പൊ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവ് ഉണ്ടായിരുന്നു. പ്രദേശങ്ങളിൽ ഒന്നും നടക്കാറില്ല. ഇത്തരത്തില് വീട് കുത്തിപ്പൊളിച്ച് വളരെ വലിയൊരു കവർച്ചയാണ് ഇന്നിപ്പോ ഇവിടെ ശ്രീ ഗിൽബർട്ടിന്റെ വീട്ടിൽ നടന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ഏകദേശം 1 ലക്ഷം രൂപയും 18 പവനോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങൾ ഇവരുടെ മക്കൾ ഇനി അഞ്ചലെന്ന് വരാനുണ്ട്. അവർ വന്നിട്ട് അവരുടെ മുറിയെല്ലാം കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ സ്വർണ്ണാഭരണങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് 50-ഓളം പവൻ അല്ലേ, 80 പവൻ വരെ നഷ്ടപ്പെടും. അത് അവർ വന്നാലേ അവർ വന്ന് തുറന്നു നോക്കിയാലേ അത് അറിയാൻ പറ്റുള്ളൂ. ഡൗട്ടല്ല, ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ ആംഗിൾ ഓപ്പൺ ആണ്. ഇപ്പോൾ ഈ രാത്രി മഴ ആയതുകൊണ്ട് ആ സമയത്ത് തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടാവും. നേരത്തെ റേക്കി ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് വന്നിട്ട് വീട് ലോക്കായത് കണ്ടിട്ട് തന്നെ ആൾക്കാരെ കയറാനുള്ള സാധ്യത ഉണ്ട്. അതായതുകൊണ്ട് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഓപ്ഷൻ ഓപ്പൺ ആണ്. നമ്മൾ ഇത് ബന്ധപ്പെട്ട് 2-3 ടീമായിട്ട് എല്ലാ CCTV പരിശോധനവും പിന്നെ തൊട്ടടുത്തുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി എല്ലാം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടെ തന്നെ ഇത് സ്പെഷ്യലായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഇത് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഹരി, ഇപ്പോൾ എത്ര പവൻ സ്വർണ്ണമെന്ന് അല്ലേ അതിൻ്റെ കണക്കെടുത്ത് വരുന്നതേ ഉള്ളൂ. മക്കളൊക്കെ വന്നാലേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. പക്ഷേ ഇത് വളരെ പരിചിതരായ ആരെങ്കിലും ആണോ എന്നൊരു സംശയത്തിലാണോ പോലീസ് മുന്നോട്ട് പോകുന്നത്? പോലീസ് അത്തരം സംശയങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ഗിൽബർട്ടും കുടുംബവും, ഗിൽബർട്ടും ഭാര്യയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. രണ്ടുപേരും ആ വീട്ടിൽ ഉണ്ടാകില്ല എന്ന് അറിയാവുന്ന ആരോ ആണ്, രാത്രി സമയത്ത് ഉണ്ടാകില്ല എന്ന് അറിയാവുന്ന ആരോ ആണ് അവിടെ മോഷണം നടത്തിയത് എന്നുള്ള ഒരു നിഗമനമുണ്ട്. ഈ ഗിൽബർട്ടിന്റെ മകൻ കുറച്ച് നേരത്തെ ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ പരിശോധനയൊക്കെ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നമുക്കൊരു ബൈറ്റ് തന്നില്ല, പക്ഷെ അല്ലാതെ പറഞ്ഞത് അത്രയും സ്വർണം പോയിട്ടില്ല, 90 പവൻ അത്രയും സ്വർണം പോയിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ അത് എത്ര പോയിട്ടുണ്ട് എന്നുള്ളതിലൊരു കൃത്യമായ കണക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മോഷ്ടാവിനെ തേടി പോലീസിന്റെ ഒരു പ്രത്യേക സംഘം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഷാഡോ പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിരുന്നു. ഫോറൻസിക് വിദഗ്ധരെത്തി വിരലടയാളം ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു വശത്ത് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു മോഷണം സമീപകാലത്തൊന്നും ഇല്ല എന്നാണ് അവിടെ നാട്ടുകാരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് വിഴിഞ്ഞം മേഖലയാകെ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് ഇത്തരത്തിലൊരു മോഷണം അവിടെ നടന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും പോലീസിന്റെ പ്രത്യേക സംഘം മോഷ്ടാവിനെ തേടി അന്വേഷണത്തിലാണ്.